നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കർക്കിടക കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. കർക്കിടക കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും. ഫലചിന്തനത്തിലേക്ക് പോകും മുമ്പ് ആദ്യം നമുക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥിതികൾ പരിശോധിക്കാം. സൂര്യൻ ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാവിലെ 7:58 ചിങ്ങം രാശിയിലേക്ക് വരുന്നു. ചൊവ്വ ഓഗസ്റ്റ് മാസം 2-ാം തീയതി രാത്രി 10:51 മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. അന്ന് രാത്രി 7:53 കർക്കിടകം രാശിയിലേക്കും വരുന്നു. ബുധന് ഓഗസ്റ്റ് മാസം 14-ാം തീയതി പുലർച്ചെ 1:29 മുതൽ മൗഢ്യം ബാധിക്കുകയാണ്. വ്യാഴം കർക്കിടകം രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:53 വ്യാഴത്തിൻ്റെ മൗഢ്യം അവസാനിക്കുകയും ചെയ്യുന്നു. ശുക്രൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെ 9:27 മുതൽ കന്നി സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു. ഇത്രയും ഗ്രഹനിലകൾ വെച്ച് നമുക്ക് ഈ കൂറുകാരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തി നോക്കാം. ഇവരുടെ രാശിയാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു മാസം 12 രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ ഒരു മാസഫലം പറയുമ്പോൾ ചന്ദ്രനെ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല. സൂര്യൻ ഇവർക്ക് 2-ാം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ ജന്മക്കൂറായ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ സൂര്യൻ നമ്മുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങളും ധാരാളം യാത്രകളും അലച്ചിലുകളും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2-ാം ഭാവാധിപൻ എന്ന നിലയിൽ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുകയും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുവാൻ കഴിയുന്നതുമായിരിക്കും. ഇപ്പോൾ നമുക്ക് കുടുംബസുഖം ലഭിക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിനും അനുകൂലമായ കാലഘട്ടമായിരിക്കും. ഓഗസ്റ്റ് മാസം 17-ാം തീയതി സൂര്യൻ നമ്മുടെ 2-ാം ഭാവത്തിലേക്ക് വരികയാണ്. ചാരവശാൽ സൂര്യൻ നമ്മുടെ 2-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. പക്ഷേ ഇവിടെ സൂര്യൻ 2-ാം ഭാവാധിപനാണ്. 2-ാം ഭാവാധിപൻ 2-ാം ഭാവത്തിൽ വരുമ്പോൾ അത് നമുക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും കുടുംബസുഖവും തരുന്നതാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ കാലമായിരിക്കും. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുവാനും നമുക്ക് സാധിക്കുന്നതുമായിരിക്കും. ബുധൻ ഇവർക്ക് 3-ഉം 12-ഉം ഭാവാധിപനാണ്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെ 12-ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചാരവശാൽ ബുധൻ നമ്മുടെ 12-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. എന്നാൽ ബുധൻ ഇവർക്ക് 12-ാം ഭാവാധിപനാണ് എന്ന് പറഞ്ഞല്ലോ. 12-ാം ഭാവാധിപൻ തന്നെ 12-ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ചിലവുകൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതാണ്. മനസ്സിൽ ആത്മീയപരമായ ചിന്തകൾ ഉണർന്നു വരികയും ചെയ്യും. വിദേശ യാത്രകൾക്കും വിദേശവാസത്തിനും അനുകൂലമായ കാലമായിരിക്കും ഇത്. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ബുധൻ നമ്മുടെ ജന്മക്കൂറിലേക്ക് വരികയാണ്. ചാരവശാൽ ബുധൻ നമ്മുടെ ജന്മക്കൂറിൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി ശത്രുതകളും കലഹങ്ങളും ഉണ്ടാകാം. സാമ്പത്തികപരമായ നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3-ാം ഭാവാധിപൻ എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്നതുമാണ്. സഹോദര ഗുണങ്ങൾ ലഭിക്കുന്ന കാലമാണ്. എങ്കിലും അവരുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 12-ാം ഭാവാധിപൻ എന്ന നിലയിൽ ജന്മക്കൂറിൽ വരുമ്പോൾ നമ്മുടെ ചിലവുകൾ അല്പം വർദ്ധിക്കുന്നതാണ്. എന്നാൽ ആ ചിലവുകൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുമായിരിക്കും. മനസ്സിൽ ആത്മീയപരമായ ചിന്തകൾ ഉണർന്നു വരുന്ന സമയവുമാണ്. വിദേശയാത്രകൾക്കും വിദേശവാസത്തിനും അനുകൂലമായിരിക്കും ഈ കാലഘട്ടം. ഓഗസ്റ്റ് മാസം 14-ാം തീയതി ബുധന് മൗഢ്യം ബാധിക്കുകയാണ്. ഇത് നമ്മുടെ ചിലവുകൾ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും മങ്ങലേൽക്കാനും സാധ്യതയുണ്ട്. നമ്മളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചു എന്നും വരില്ല. സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടമല്ല ഓഗസ്റ്റ് മാസം 14-ാം തീയതിക്ക് ശേഷം. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കും ഇത് അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. ഇവരുടെ 4-ഉം 11-ഉം ഭാവാധിപനാണ് ശുക്രൻ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 3-ാം ഭാവമായ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ ശുക്രൻ നമ്മുടെ 3-ാം ഭാവത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ്. ഇത് നമുക്ക് സ്ഥാനമാനങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും ഇഷ്ടകാര്യസ്ഥിതിയെയും തരുന്നതാണ്. 4-ഉം 11-ഉം ഭാവാധിപൻ എന്ന നിലയിൽ 3-ാം ഭാവത്തിൽ വരുമ്പോഴും നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ഇത് നമുക്ക് സഹോദര ഗുണങ്ങളും നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള നേട്ടങ്ങളും യാത്രകളിൽ നേട്ടങ്ങളും തരുന്നതാണ്. നമ്മുടെ അധ്വാനത്തിനനുസരിച്ച് വീടോ വാഹനമോ സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ്. എങ്കിലും കന്നിരാശി ശുക്രന് നീചരാശി ആയതിനാൽ ഗുണഫലങ്ങൾ അല്പം കുറഞ്ഞിരിക്കുന്നതാണ്. ഇവരുടെ 5-ഉം 10-ഉം ഭാവാധിപനാണ് ചൊവ്വ. ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 12-ാം ഭാവമായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചാരവശാൽ ചൊവ്വ നമ്മുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങളും രോഗങ്ങളും ഉണ്ടാകും.
അഞ്ചാം ഭാവാധിപൻ എന്ന നിലയിൽ 12ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് അനാവശ്യമായി ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിൽ ആത്മീയപരമായ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരുന്ന സമയവുമാണ്. 10ാം ഭാവാധിപൻ എന്ന നിലയിൽ 12ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് തൊഴിൽപരമായി എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായി അലച്ചിലുകളോ യാത്രകളോ ചെയ്യാനും ഇടവരാം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തൊഴിൽ ചെയ്യാനും സാധ്യതയുണ്ട്. എന്നാൽ വിദേശയാത്രയ്ക്കും വിദേശവാസത്തിനും അനുകൂലമായ ഗ്രഹയോഗമാണിത്. ഇവരുടെ 6ഉം 9ഉം ഭാവാധിപനാണ് വ്യാഴം. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ജന്മക്കൂറായ കർക്കിടക രാശിയിൽ മൗഢ്യത്തിലാണ്. ഇത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രവുമാണ്. ചാരവശാൽ വ്യാഴം നമ്മുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങളും മറ്റുള്ളവരുമായി കലഹവും മനോദുഃഖവും തരുന്നതാണ്. എന്നാൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 9ാം ഭാവാധിപനാണ്. അതിനാൽ 9ാം ഭാവാധിപത്യത്തിൻ്റെ ഫലമായിരിക്കും വ്യാഴം ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങളും ശരീരസുഖവും ലഭിക്കുന്നതാണ്. എന്നാൽ ആഗസ്റ്റ് മാസം 13ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യം ബാധിച്ചിരിക്കുന്നതിനാൽ ഫലങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാകും. ഓഗസ്റ്റ് മാസം 13ാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുമ്പോൾ ഫലദാനശേഷി കൂടുതൽ ലഭിക്കുന്നതുമാണ്. ഇവരുടെ 7ഉം 8ഉം ഭാവാധിപനായ ശനി ഇപ്പോൾ 9ാം ഭാവമായ മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനി ചാരവശാൽ നമ്മുടെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗ്യദോഷങ്ങൾ വരുന്നതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റുള്ളവരുമായി ശത്രുതകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങൾ പോലെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. 7ഉം 8ഉം ഭാവാധിപൻ എന്ന നിലയിൽ നമുക്കിപ്പോൾ ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നതാണ്. ബിസിനസ്സിലെ പങ്കാളികളുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകാനും സാധിക്കുന്നതുമാണ്. എന്നാൽ പിതാവുമായോ ഗുരുതുല്യരായ ആൾക്കാരുമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ആത്മീയപരമായ ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരാനും സാധ്യതയുള്ള സമയമാണ്. രാഹു ഇപ്പോൾ 8ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചാരവശാൽ രാഹു നമ്മുടെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മാനസികപരമായും ശാരീരികപരമായും സാമ്പത്തികപരമായും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്വസ്ഥത കുറയുന്നതാണ്. മനസ്സിൽ അകാരണമായ ഒരു ഭയവും ഉണ്ടാകുന്നു. മുൻകോപം വർദ്ധിക്കുന്നതുമാണ്. ഇത് നമ്മുടെ കുടുംബാന്തരീക്ഷം കലുഷിതമാക്കുന്നു. കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ വരുമാനത്തിൽ കുറവുകൾ സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായ ചിലവുകളും നഷ്ടങ്ങളും വന്നു ചേരുന്നു. ഉദരസംബന്ധമായ രോഗങ്ങളോ ദഹനസംബന്ധമായ രോഗങ്ങളോ രക്തസമ്മർദ്ദം മൂലമുള്ള രോഗങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും രോഗത്തിന് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ രോഗത്തിന് ഇപ്പോൾ പ്രത്യേകം പരിചരണം കൊടുക്കേണ്ടതാണ്. കേതു 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ചാരവശാൽ കേതു നമ്മുടെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. കുടുംബസുഖവും കുറയും. വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വന്നു ചേരുന്നതുമാണ്. വാഗ്വിരോധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മുഖം, കണ്ണുകൾ, പല്ലുകൾ എന്നിവയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ ഉണ്ടാകുന്ന സമയവുമാണ്. കേതുവിൻ്റെ ദോഷം മാറാൻ ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതി. കർക്കിടകക്കൂറുകാരായ പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നിവരുടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ നക്ഷത്രഫലമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും വ്യത്യാസമുണ്ടാകാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.